മാഷെ കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മുടെ മീഡിയ മലയാളം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഗതം മാഷെ, വീണ്ടും സ്വാഗതം. നമസ്കാരം. മാഷെ, മൈത്രേനെ കുറിച്ച് പറയുമ്പോൾ മൈത്രേൻ്റെ പല പരാമർശങ്ങളും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ചിന്തകൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് APJ അബ്ദുൽ കലാം അദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഇരട്ട പേരാണ് മിസൈൽ മാൻ. ഇത്രയും വലിയ ദ്രോഹമൊന്നും കഞ്ചാവ് വലിക്കുന്നവർ ചെയ്തിട്ടില്ല എന്ന വളരെ ഗുരുതരമായൊരു പരാമർശമാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിക്കെതിരെ മൈത്രേയൻ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഇത് കേൾക്കുന്ന ഒരു പുതിയ തലമുറയുണ്ടല്ലോ, അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം മിസൈൽ മാൻ എന്ന് പറയുന്ന അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. അതിനിടയിൽ ഒരു കഞ്ചാവിനെ കൂടി കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് കഞ്ചാവ് വലിക്കുന്നത് ദ്രോഹമല്ല എന്ന് പറയാതെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് മൈത്രേയൻ ചെയ്യുന്നത്. അപ്പം മൈത്രേയൻ്റെ നാക്കിന് കൂച്ചുവിലങ്ങിടാൻ സമയമായില്ലേ? ഈ സത്യത്തിൽ മൈത്രേയനെ അല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. ഈ മൈത്രേയനെ ആഘോഷിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതിലേറ്റവും ആദ്യം ചെരുപ്പൂരി അടിക്കേണ്ടത് നമ്മുടെ മീഡിയയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അതൊരു കച്ചവട വസ്തുവായിട്ട് മൈത്രേയനെ കൊണ്ടു നടക്കുന്നുള്ള അവസ്ഥ അത് മൈത്രേയനെ നന്നായിട്ട് അറിയാം. അത് വളരെ കറക്റ്റാണ്. യൂസ് ചെയ്യുന്നു. മൈത്രേയനെ നന്നായിട്ട് അറിയാം. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, എനിക്ക് എന്നോട് പ്രതിബദ്ധത വേണം. എൻ്റെ കുടുംബത്തോട്, ഞാനൊരു ഫാമിലി മാൻ ആണെങ്കിൽ എൻ്റെ കുടുംബത്തോട് പ്രതിബദ്ധത വേണം. ഞാൻ ജീവിക്കുന്ന സമൂഹത്തോട് വേണം. എൻ്റെ രാജ്യത്തോട് ഇതിനേക്കാളൊക്കെ ഏറെ വേണം. അത് സർവോപരി ലോകത്തിലെ മനുഷ്യനോടും മാനവ സമൂഹത്തോടും വേണം. ഈ കൂറുകളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പല പ്രസ്ഥാനങ്ങളും യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദുർബലമായപ്പോൾ ആളുകൾ നിരാശരാണ്. ഇപ്പോൾ മാർസിയൻ ഹ്യൂമാനിറ്റി ഉള്ള, അല്ലെങ്കിൽ മാർസിയൻ ഹ്യൂമനിസം ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. ഗാന്ധിയന്മാർ കോൺഗ്രസ് പാർട്ടിയിൽ മഷിയിട്ട് തിരഞ്ഞാൽ കിട്ടാതായി. ഭാരതീയ സംസ്കാരത്തിൻ്റെ സകലമാന ആ മഹാകാശത്തിൻ്റെ വിസ്തൃതിയും അതിൻ്റെ വിശുദ്ധിയും സൂക്ഷിക്കുന്ന ഹിന്ദുത്വ പാർട്ടികളിലും അത് കുറഞ്ഞു വരുന്നു. എല്ലായിടത്തും ഇത് കുറവുണ്ട്. അപ്പോൾ ആളുകൾ നിരാശരാണ്. അപ്പോൾ ഈ പ്രഖ്യാപിത പ്രസ്ഥാനങ്ങൾക്കൊന്നും ആരോടും കൂറില്ലാത്തൊരവസ്ഥയിൽ അത് പറയാനും ആ ഫ്രസ്ട്രേഷൻ പുറത്തറിയിക്കാനും നിവൃത്തിയില്ലാതിരിക്കുകയാണ് നമ്മുടെ നാനാതുറയിലും പെട്ട മനുഷ്യർ, ആക്ടിവിസ്റ്റുകൾ, മീഡിയ പേഴ്സൺ. ആ സമയത്താണ് ഒന്നിനോടും കൂറില്ലാത്ത ഒരുത്തൻ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരാളെ ആഘോഷിക്കുകയാണ്. അങ്ങനെ ഒരാളെ ആഘോഷിക്കാൻ നമ്മളെ മീഡിയ ചെയ്യുന്നത്. മീഡിയയാണ് അതിൻ്റെ കുറ്റക്കാർ. അദ്ദേഹത്തോട് കൂറില്ല, കുടുംബത്തോടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ എന്നാണ് അദ്ദേഹം പറയുന്നത്, അവരോട് കൂറില്ല. ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിക്കുമ്പോൾ തന്നെ വേറൊരു പാർട്ട്ണറെ കൂടെ നിർത്താൻ യാതൊരു മടിയുമില്ല. ഈ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു സെൻസും പ്രായവും കാലവും പരിധിയൊന്നും ഇവർക്ക് ബാധകമല്ല. ഇനി ഭൂമിയിൽ ഇന്ന് വരെ അധ്വാനിച്ച് 5 പൈസയുടെ പണിയെടുത്തിട്ടില്ല. ഇദ്ദേഹം ഈ പാവങ്ങളായ മനുഷ്യരുണ്ടല്ലോ, ഈ ലൈംഗിക തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ദുർബലരായ മനുഷ്യർ, അഗതികൾ, ഭൂമിയിൽ ഏറ്റവും ഗതികെട്ട മനുഷ്യർ, അവരെ രക്ഷിക്കാനുള്ള NGO ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തൊലി ഉരിച്ച് കാണിച്ച ആൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ചെയർമാനായിരുന്ന NGOയിൽ നിന്ന് അദ്ദേഹത്തെ നിഷ്കരുണം പുറത്താക്കിയ NGOക്കാർ. എന്നിട്ട് പിന്നെ ആ NGOയിലേക്ക് ആളുകൾ വിളിച്ചു കൊണ്ടുപോയി സ്വീകരിച്ച ഒരാൾ J. രാജശേഖരൻ നായരാണ്. മലയാളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും സീനിയർ, നാഷണൽ മീഡിയയിൽ ഇംഗ്ലീഷ് ജേർണലിസ്റ്റുകളിൽ ഏറ്റവും സീനിയറുള്ള ആൾ. അദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അദ്ദേഹം മൈത്രേയനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും നിലവാരമുള്ള ഫ്രോഡ് എന്നാണ്. എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂയുടെ ചെറിയ പീസാണെന്ന് തോന്നുന്നു. അന്ന് ഫ്ലവേഴ്സ് 24ൻ്റെ ജനകീയ കോടതിയിൽ അവർ കാണിച്ചിട്ട് മൈത്രേയനോട് ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് മൈത്രേയൻ. അയാൾ പറഞ്ഞ മറുപടി കണ്ടോ? അത് അതിനേക്കാളും വലിയ തമാശയാണ്. ഞാൻ ഫ്രോഡാണെങ്കിലും എന്നെ നിലവാരമുള്ള ഫ്രോഡെന്ന് പറഞ്ഞല്ലോ എന്ന്. എന്നുണ്ട് നോക്കൂ, സ്റ്റാർ വേശ്യ എന്നൊരാളെ വിളിച്ചാൽ ഞാൻ വേശ്യയാണെങ്കിലും സ്റ്റാർ ആണല്ലോ എന്ന് പറയുന്ന തരത്തിൽ ഇദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരു ഇമേജ്, നമ്മൾ ജീവിതത്തിൽ ഒരു വ്യക്തിത്വം ഉണ്ടാക്കി വെച്ചവർക്കല്ലേ, ഉണ്ടാക്കി വെച്ച വ്യക്തിത്വം ഇങ്ങനെയാണ്. ആ ഇൻ്റർവ്യൂവിൽ മൈത്രേയൻ പറയുന്നത്, ഇപ്പോൾ രാജശേഖരൻ നായർക്ക് മറുപടിയായി പറയുന്നത് എന്താണെന്നറിയോ? രാജശേഖരൻ നായർക്ക് അതൊക്കെ പറയാം. അദ്ദേഹം വലിയ ശമ്പളത്തിന് ഇന്ത്യയിലെ മാഗ്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന പത്രത്തിലെ ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിന് വലിയ ശമ്പളമുണ്ട്. ഞങ്ങൾക്ക് അന്നത്തിന് വകയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ പാവങ്ങളെ വെട്ടി തിന്നൂന്നാണ്. ഞങ്ങൾ ഇവരെ ചൂഷണം ചെയ്ത് ജീവിച്ചു. 5 പൈസയുടെ ജോലി ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടില്ല. ഇതൊക്കെ മിനിമം ജേർണലിസ്റ്റുകൾ. എൻ്റെ പല സുഹൃത്തുക്കളും അദ്ദേഹത്തെ ആഘോഷിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ അദ്ദേഹത്തോട് ആദ്യം ചോദിക്കേണ്ട ചോദ്യം, ഇദ്ദേഹം ജീവിതത്തിൽ എന്ത് പണി ചെയ്തു? സേവനം ഒരു പണിയല്ല. നമുക്ക് ജീവിക്കാനുള്ള ജോലി നമ്മൾ ചെയ്തിട്ട്
പിന്നെ നമ്മുടെ ലെഷർ ടൈം, നമ്മുടെ വിനോദം ആയിട്ട് വേണം മറ്റുള്ളവരെ സേവനം ചെയ്യാൻ. നമുക്ക് കിട്ടുന്ന, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് വേണം ചാരിറ്റിക്ക് ഉപയോഗിക്കാൻ. ഇദ്ദേഹം ചാരിറ്റി ഉപജീവനമായി സ്വീകരിച്ച ആളാണ്. എന്തെല്ലാം തട്ടിപ്പാണെന്നറിയോ. ജെ രാജശേഖരൻ നായരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഈ വിഷയം തന്നെ വെച്ച് കണ്ടിരുന്നോന്നറിയില്ല, ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് 10-20 മിനിറ്റ്. മൈത്രേയൻ ആരാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് തൊലിവിരിച്ച് കാണിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇത് ചെയ്യുന്ന എന്തെല്ലാം തട്ടിപ്പാണെന്നറിയോ. ഈ കുട്ടികളെ, ഈ പാവങ്ങളെ കൂട്ടിയിട്ട് അവർക്ക് വേണ്ടി യാത്ര പ്ലാൻ ചെയ്യുന്നതിന് ഇദ്ദേഹത്തിനും കാമുകിമാർക്ക് യാത്ര ചെയ്യാൻ, അത്തരത്തിലുള്ള വൃത്തികെട്ട, ഞാൻ പറയുന്ന ഒരു നിലവാരവും ഇല്ലാത്ത, ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത. ഞാൻ ചോദിക്കും, ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മീഡിയ ഇങ്ങനെ ആഘോഷിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് ഗുണമുണ്ട്? മീഡിയക്ക് ഗുണമുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. മീഡിയക്ക് ഗുണമുണ്ടാവും. എന്താണെന്നറിയോ മീഡിയക്ക് ഗുണമുള്ളത്? ഇപ്പം നിനക്ക് ഭൂമിയിൽ വിളിച്ചു പറയാൻ പറ്റാത്തത്, അത് എന്തെങ്കിലും ഒരു മൂല്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത ചിലതുണ്ടാവുമല്ലോ. അമ്മയോടും പെങ്ങളോടും നമുക്ക് ചില കാര്യങ്ങൾ, ഭാര്യയോട് പറയുന്നത് അമ്മയോട് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കൺസേൺ ഉള്ളവർക്കല്ലേ ഉള്ളൂ. എനിക്ക് അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഒരു പരിഗണന, കൺസേൺ ആവശ്യമുള്ള ഒന്നാണ്. ഭാര്യയ്ക്ക് വേറൊരു പരിഗണനയുണ്ട്. ഇനി ഇദ്ദേഹത്തിന് കാമുകി അതിൻ്റെ പുറമെയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ആ പരിഗണന കൊടുത്തോട്ടെ. പക്ഷേ ഒരാളോട് ഒരു സമയത്ത് പറയുന്നതിന് ഒക്കെ ചില മര്യാദ ഉണ്ടല്ലോ, അതിനാണ് സംസ്കാരം എന്ന് പറയുക, കൾച്ചർ. അത് ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരാളാണ് APJ അബ്ദുൽ കലാം. ഇപ്പറഞ്ഞ എല്ലാമുള്ള ഒരാളാണ്. വ്യക്തി ജീവിതത്തോട് കടപ്പാട്, തൻ്റെ ഇത്രയേറെ ഡിസിപ്ലിൻ ഉള്ള ഒരാളെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് കണ്ടിട്ടില്ല. AB വാജ്പേയിയാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്, അതറിയാവും. APJ അബ്ദുൽ കലാമിനെ നിയമിച്ചത് AB വാജ്പേയിയാണ്. BJP ചെയ്ത തെറ്റുകൾ മുഴുവൻ കുറ്റകരമായിട്ട് പറയുമ്പോൾ നന്മ ഒരുപാടുണ്ട്, അതുകൂടി കാണേണ്ടതുണ്ട്. APJ അബ്ദുൽ കലാമിനെ കണ്ടെത്തിയത് വാജ്പേയിയാണ്. എന്തുകൊണ്ടാണ് കണ്ടെത്തിയത്? അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. ജീവിതം മുഴുവൻ സയൻസിന് വേണ്ടി നീക്കി വെച്ചതാണ്, സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി നീക്കി വെച്ചതാണ്. ജീവിതം മുഴുവൻ തനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ മഹാഭൂരിപക്ഷവും അദ്ദേഹത്തിൻ്റെ ചെറിയ ആവശ്യങ്ങളല്ലേ ഉള്ളൂ. കുടുംബമില്ല, ശരിക്കും അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. ഒരു ഏകാത്മനായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം മുഴുവനും നാടിനും പാവപ്പെട്ടവർക്കും വേണ്ടി ചെലവഴിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത് എത്ര മനുഷ്യന്മാർ, നല്ലത് അല്ലേ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തെക്കുറിച്ച്. ഇനി മിസൈൽ മാൻ എന്ന പേര് വന്നെങ്കിൽ എന്താ കുഴപ്പം? ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സുരക്ഷ, ഒരു ആയുധം, ഏറ്റവും ശക്തമായ ഒന്ന് തൻ്റെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒരാളെ ആദരപൂർവ്വം ഓർക്കണ്ടേ? ഈ ആദരവ് എന്ന വികാരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് നിഘണ്ടുവിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളുടെ പേരാണ് മൈത്രേയൻ. ആദരവ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കിപ്പോൾ നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ സംസാരിക്കുന്നു, എൻ്റെ 2 കൂട്ടുകാർ. ഗിവ് ആൻഡ് ടേക്ക് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. അങ്ങോട്ട് ബഹുമാനം കൊടുക്കാത്ത ആരെങ്കിലും ഇങ്ങോട്ട് ബഹുമാനം തരുമോ? അതുകൊണ്ട് ഭൂമിയിൽ മലയാളക്കരയിൽ ഞാൻ കണ്ടെടുത്തോളം ബഹുമാനം എന്ന വാക്ക് അർഹിക്കാത്ത ഒരാൾ ആര് എന്ന് ചോദിച്ചാൽ മൈത്രേയൻ എന്നാണ് ഉത്തരം. എന്താ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ വാക്ക് അറിഞ്ഞൂടാ. അത് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് അറിഞ്ഞൂടാ. കൂടെ ഇരിക്കുന്ന മനുഷ്യനെ ബഹുമാനിക്കണം, കൂടെ വർക്ക് ചെയ്തവനെ ബഹുമാനിക്കണം. ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കാണണ്ട. എല്ലാവരും, നമ്മുടെ അങ്ങാടിയിലെ ചുവട്ട് തൊഴിലാളി തൊട്ട് ഇന്ത്യൻ പ്രസിഡന്റ് വരെ രാജ്യത്തിന് സേവനം ചെയ്യുന്നുണ്ട്. അവരോട് കൂറുള്ളവരാണ്, അവരധ്വാനിക്കുന്നുണ്ട്, അവരുടെ കുടുംബത്തോട് കൂറുള്ളവരാണ്. ഇതാരോടും കൂറില്ലാത്ത മനുഷ്യൻ. ഇത് നമ്മുടെ മീഡിയയിൽ വന്ന ഏറ്റവും മോശമായ, അനഭിലഷണീയമായ പ്രവണതയാണ്. 4 പേര് കാണാൻ ഉടുമുണ്ടഴിക്കുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ കുറേ ആളുകൾ ഉടുമുണ്ടഴിച്ചിട്ട് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഉടുമുണ്ടഴിക്കുന്നതിന് പകരം സംസ്കാരത്തിൻ്റെ സകലമാന ഈ നമ്മളെ എന്താ പറയുക, ഫ്രെയിം ഉണ്ടല്ലോ, വ്യാകരണം ഉണ്ടല്ലോ. വ്യാകരണം ഭാഷയുടെ അതല്ല, ജീവിതത്തിനുണ്ടല്ലോ. ജീവിതത്തിന് വ്യാകരണം ഇല്ലാത്ത ഒരാൾ വായിൽ തോന്നിയത് വിളിച്ച് പറയുമ്പോൾ അത് ആഘോഷിച്ച്, നമ്മൾ ഈ ഉടുക്കാതെ നടക്കുന്ന ഒരു ഭ്രാന്തൻ്റെ പിന്നാലെ കുട്ടികൾ കൂടുന്നില്ലേ, ആ നിലവാരത്തിലാണ് നമ്മൾ മീഡിയ. ഈ മൈത്രേയനെ അല്ല അടി കൊടുക്കേണ്ടത്, മൈത്രേയനെ ആഘോഷിക്കുന്ന മാധ്യമങ്ങൾക്കാണ്. നിനക്കും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കിട്ടിയത്, പക്ഷെ കണ്ടില്ലായിരുന്നോ? എന്നെ കണ്ട കുളിക്കണോന്നൊക്കെയാ പറഞ്ഞത്. നിങ്ങൾ മൈത്രേയനെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ ഓർക്കണം, ഇയാൾ എങ്ങനെ പെരുമാറും, ഇയാൾ എന്താണ്, സോഫാർ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്. അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയതിപ്പോൾ എൻ്റെ മോളുടെ പ്രായമുള്ള നിന്നോട് ഞാൻ കാണിക്കേണ്ട ഒരു മിനിമം കൺസേണും റെസ്പെക്റ്റും അറ്റ്ലീസ്റ്റ് സ്നേഹവും വാത്സല്യവും ഒക്കെ ഇല്ലേ? ഇദ്ദേഹത്തിന് ഇമാതിരി വാക്കുകളൊന്നും അറിഞ്ഞൂടാന്നേ. അതിലാ തർക്കം നടന്നത്. പക്ഷേ എനിക്കറിയാമെന്ന്, ഞാൻ കണ്ടു അത്. 18 വയസ്സാവുമ്പോൾ 18 വയസ്സ് പ്രായപൂർത്തിയാവുന്നതോടുകൂടി നമ്മളെ മക്കളിലുള്ള നമ്മുടെ എല്ലാ ഇത് ഉപേക്ഷിക്കുക. പിന്നെ അവരെങ്ങനെ പോയാലും, കഞ്ചാവ് വലിച്ച് നടന്നാലും, അവർ സ്ത്രീകളൊപ്പം നടന്നാലും, അവരെങ്ങനെ പോയാലും നമ്മളതിൽ
നോക്കേണ്ട കാര്യമില്ല. 18 വയസ്സ് കഴിയുമ്പോൾ അവർ സ്വതന്ത്രരായി എന്നാണ് പറയുക. അപ്പം ഞാനത് അംഗീകരിച്ചില്ല. ഞാൻ പറഞ്ഞു അതെങ്ങനെ 18 വയസ്സ് പിന്നെ നമ്മളെയൊക്കെ വീട്ടുകാർ 18 വയസ്സാകുമ്പോൾ നീ എങ്ങനെ പോട്ടെന്നും പറഞ്ഞു വിടല്ലേ. ഞാൻ പറയുന്നത് ഇപ്പോൾ APJ അബ്ദുൽ കലാമിനെ ആക്ഷേപിക്കാൻ ധൈര്യം വരുന്ന ഒരാൾക്ക് അല്ല, ആക്ഷേപിക്കുന്നതിന് ധൈര്യമൊന്നും വേണ്ടല്ലോ. ആക്ഷേപിക്കാൻ വിവരക്കേട് മാത്രം മതി. ആരെ ആക്ഷേപിക്കാൻ പറ്റാത്തത്? അപ്പോൾ ഇദ്ദേഹത്തിന് അത്രയും നിലവാരത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ സോഷ്യൽ ബോയ്ക്കോട്ട് ചെയ്യേണ്ട ഒരാളാണ് അദ്ദേഹം. അതൊരിക്കലും നടക്കില്ല. പക്ഷേ അതിൻ്റെ മാധ്യമങ്ങളുടെ ഒക്കെ നിലനിൽപ്പ് അവരുടെ വരുമാനമാണല്ലോ. പ്രശ്നം മെയിൻ സ്ട്രീം ചാനലുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യങ്ങളിലൂടെയുള്ള വരുമാനം. പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വ്യൂസിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഈ ആളുകളെ കോമൺ സെൻസ് ഇല്ലാതെ പറയുന്ന ആളുകൾക്കാണ് മാർക്കറ്റ്. ഇപ്പോൾ PC ജോർജ് മാറി പ്രസ്താവനകൾ നടത്തിയാൽ വലിയ മാർക്കറ്റ് കിട്ടും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണല്ലേ. ഞാൻ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മീഡിയയുടെ എല്ലാ ദിവസത്തെയും തലക്കെട്ട് PV അൻവറിന് നോൺസെൻസ് ആയിരുന്നില്ലേ? PV അൻവറെ കച്ചവടം. ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ ഓരോ ദിവസം 1 ലക്ഷം വോട്ട് PV അൻവർ നേടും. ഞാൻ ഈ പല മാധ്യമപ്രവർത്തകരോടും ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അത് കൊടുക്കുക? 1 ലക്ഷം വോട്ട് അൻവറിന് കിട്ടാൻ വേണ്ടേ അവിടെ? ഇവൻ വല്ല ആഫ്രിക്കൻ കാടുകളിലും പോയി കുഴിച്ചെടുക്കേണ്ടി വരും 1 ലക്ഷം വോട്ട് അവന് കിട്ടണമെങ്കിൽ. കോമൺ സെൻസ് ഇല്ല. അപ്പോൾ ആളുകൾ ഇപ്പോൾ മീഡിയക്ക് കോമൺ സെൻസ് വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് മൈത്രേയന്മാർ ആഘോഷിക്കപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ മാധ്യമ സംസ്കാരം മാറാത്ത കാലത്തോളം ഇമാതിരി താന്തോന്നികൾ, ഇമാതിരി കൃത്യമായിട്ട് എന്താണ് പറയുക, അരാജകവാദികൾ എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന കുറേ അരാജകവാദികൾ ഭൂമിയിലുണ്ട്. അയ്യപ്പനെ നമുക്ക് അരാജകവാദി എന്ന് വിളിച്ചൂടെ? ഭൂമിക്ക് ഗുണമുള്ള കുറേ അരാജകവാദികളുണ്ട്. ജോണിനെ നമ്മൾ അരാജകവാദി എന്ന് വിളിക്കും. അയ്യപ്പനും ജോൺ എബ്രഹാമിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അരാജകവാദികൾ എന്ന് വിളിക്കും. ഒരളവ് വരെ ഒരു കാലഘട്ടത്തിലെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിളിക്കുന്നില്ല. പക്ഷേ അവരെ കൊണ്ടൊക്കെ പ്രയോജനമുണ്ട് ഭൂമിയിലെ. ഈ ഞാൻ എന്ത് ഗുണമാണ് മനുഷ്യനെ കൊണ്ട് പ്രയോജനം? ആർക്കാണ് പ്രയോജനം ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹം ഈ കാലം വരെ സേവനം ചെയ്തു എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തിന്. ഈ നളിനി ജമീല പറയട്ടെ, മൈത്രേയനെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന്. അവർക്കൊക്കെ വേണ്ടിയാണല്ലോ ഇദ്ദേഹം സേവനം ചെയ്തത്, അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ എത്രയോ പേർ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ മനുഷ്യനെ കൊണ്ട് ഭൂമിയിൽ ആർക്കെങ്കിലും പ്രയോജനമുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഒരാൾ പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല. അതാണ് മൈത്രേയൻ നേരിടേണ്ട ഏറ്റവും വലിയ ചലഞ്ച്. കൊണ്ടുവരട്ടെ, അദ്ദേഹം ഹാജരാക്കട്ടെ. ഇല്ല, ഒരാളും പറയില്ല മൈത്രേയനെ കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി, ഈ ഭൂമിയിൽ ഇന്ന ആളുകൾക്ക് ഗുണമുണ്ടായി. ആരും പറഞ്ഞിട്ടില്ല. മൈത്രേയനും പറഞ്ഞിട്ടില്ല. മൈത്രേയൻ പറയും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോയി എന്നാ. ഇതാണ് മൈത്രേയൻ. ഇനി മൈത്രേയൻ ഈ രാജ്യത്തെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഇപ്പോൾ രാജ്യദ്രോഹി എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ വിളിച്ച് ക്ലീശയായിട്ടൊരു മോശം വാക്കാണ്. മൈത്രേയൻ പറഞ്ഞത് എന്നോട് ആരും കണക്ക് ചോദിക്കരുത്. ലോകത്തിലെ ഒരു ഭരണകൂടത്തിനും എന്നോട് കണക്ക് ചോദിക്കാൻ അവകാശമില്ല. അങ്ങനെയുണ്ടോ? ഒരു രാജ്യത്തിൻ്റെ ഉപ്പും ചോറും. ഞാൻ മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ട എറണാകുളത്ത് എത്തുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ രാജ്യം എൻ്റെ വഴിയിലുടനീളം എനിക്ക് സുരക്ഷ ഒരുക്കുന്നതുകൊണ്ടാണ്. അതാണ് നമ്മളെ കാണാത്ത സുരക്ഷ. അതല്ലേ? അത് ഈ രാജ്യത്തോട് എനിക്ക് കൂറുവേണ്ടേ അതിന്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അതില്ല. എന്നോട് എൻ്റെ രാജ്യം കണക്ക് ആരാടാ എന്നോട് കണക്ക് ചോദിക്കാൻ? ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഇയാളൊക്കെ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കണോ വേണ്ടേ എന്നൊക്കെ രാജ്യം തീരുമാനിക്കേണ്ടത്.